പരിണാമഘട്ടങ്ങളിൽ മനുഷ്യനുമായി അടുത്തു നിൽക്കുന്ന മൃഗങ്ങളാണ് കുരങ്ങന്മാർ. അതുകൊണ്ടുതന്നെ മനുഷ്യർ ചെയ്യുന്ന പല കാര്യങ്ങളും കുരങ്ങുകൾ അനുകരിക്കാറുണ്ട്. എന്നാൽ റെയിൽവേ സിഗ്നൽമാനായിട്ട് ഒരു കുരങ്ങൻ ജോലി ചെയ്തിരുന്നു എന്നു പറഞ്ഞാൽ വിശ്വസിക്കുമോ? 1800-ന്റെ അവസാന കാലങ്ങളിൽ ബബൂൺ വിഭാഗത്തിൽപ്പെട്ട ഒരു കുരങ്ങാണ് റെയിൽവേ സിഗ്നൽ അനുസരിച്ച് ട്രെയിനുകൾക്ക് ട്രാക്ക് മാറ്റിക്കൊടുക്കുക എന്ന ഉത്തരവാദിത്തമേറിയ ജോലി ചെയ്തിരുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ യുറ്റൻഹേജ് പട്ടണത്തിൽ റെയിൽവേ സിഗ്നൽമാനായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ജെയിംസ് വൈറ്റ്. ഒരിക്കൽ ജെയിംസ് ചന്തയിൽ പോയപ്പോൾ കൈവണ്ടി ഉന്തി നീക്കുന്ന ഒരു ബബൂൺ വിഭാഗത്തിൽപ്പെട്ട കുരങ്ങിനെ കണ്ടു. ഈ ബബൂണിന്റെ ജോലി വൈദഗ്ധ്യം മനസ്സിലാക്കി ജെയിംസ് അതിനെ വാങ്ങി ജാക്ക് എന്ന പേരും നൽകി. 1880-കളിൽ സംഭവിച്ച ഒരു അപകടത്തിൽ ഇരുകാലുകളും നഷ്ടമായ ഒരാളായിരുന്നു ജെയിംസ് വൈറ്റ്. അപകടത്തിന് പിന്നാലെ കൃത്രിമ കാലുകളുമായിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഈ പ്രതിസന്ധികൾക്കിടയിൽ തനിക്കൊരു സഹായിയായിട്ടാണ് ജെയിംസ് ഈ ബബൂണിനെ കൂടെ കൂട്ടി ചിട്ടയായ പരിശീലനം നൽകിയത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെറിയ രീതിയിലുള്ള വീട്ടുജോലികൾ ജാക്ക് ചെയ്യാൻ തുടങ്ങി. ജെയിംസിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന ജാക്ക് പെട്ടെന്ന് തന്നെ ജോലികൾ പഠിക്കുകയും അത് അനുകരിക്കാനും തുടങ്ങി. അതിന്റെ തുടർച്ചയായി ജെയിംസിന്റെ ഫലപ്രദമായ പരിശീലനത്തിലൂടെ ജാക്ക് സിഗ്നലിംഗ് ജോലിയിലും പ്രാവീണ്യം നേടി. ട്രെയിനുകൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം പിടിച്ചെടുത്ത് അതിനനുസരിച്ച് ട്രാക്ക് മാറ്റിക്കൊടുക്കുകയായിരുന്നു സിഗ്നൽമാന്റെ ജോലി. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ ലിവറുകൾ മാറ്റിയായിരുന്നു ട്രാക്ക് അനുവദിക്കേണ്ടത്. ഈ ജോലി ജാക്ക് മികവോടെ ചെയ്യാൻ തുടങ്ങിയതോടെ ജെയിംസിന് കൂടുതൽ സമയം വിശ്രമിക്കാനായി. ജെയിംസും ജാക്കും ചേർന്ന് സിഗ്നലിംഗ് ജോലി തുടർന്നു പോന്നു. ഒരിക്കൽ ലിവർ മാറ്റുന്ന ജാക്കിനെ ശ്രദ്ധയിൽപ്പെട്ട ഒരു യാത്രക്കാരൻ ഇക്കാര്യം അധികൃതരെ അറിയിച്ചു. ഇതോടെ അന്വേഷണം പ്രഖ്യാപിച്ച റെയിൽവേ ജെയിംസിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് പകരം ബബൂണിന്റെ കഴിവിനെ വിലയിരുത്തുകയായിരുന്നു. ഈ ജോലിയിൽ ജാക്കിന്റെ നൈപുണ്യം ബോധ്യപ്പെട്ട റെയിൽവേ അധികൃതർ ജാക്കിനെ ജോലിക്കാരനായി നിയമിച്ചു. ദിവസം 20 സെന്റുകൾ ശമ്പളവും പ്രഖ്യാപിച്ചു. 1881 മുതൽ 1890 വരെ 9 വർഷം ജാക്ക് ദക്ഷിണാഫ്രിക്കൻ റെയിൽവേയിൽ ജോലി ചെയ്തു. യാതൊരുവിധ തെറ്റുകളും ജാക്ക് തന്റെ ജോലിയിൽ വരുത്തിയിരുന്നില്ല. 1890-ൽ ക്ഷയരോഗം ബാധിച്ചാണ് ജാക്ക് മരണപ്പെടുന്നത്.